എല്ലാവരുടെയും വീക്കെൻഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളിവിടെ ഹാപ്പി. പിന്നെ ഇത് ലാസ്റ്റ് വീക്കിലെയാണ്. വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചു. ഒരു ലഞ്ച് വീഡിയോ ആണ്. പയറുതോരനും പിന്നെ നല്ല അടിപൊളി ഒരു നാടൻ ഞണ്ട് കറി, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വറ്റിച്ചെടുത്ത ഒരു ഞണ്ട് കറി, പിന്നെ നമ്മുടെ മത്തി ഫ്രൈ ഇല്ലാതെ പിന്നെ ഒരു വീക്കെൻഡ് ലഞ്ച് ചിന്തിക്കാനേ വയ്യ. ഈ ഞണ്ട് കറിയിൽ നല്ല കുഞ്ഞുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നല്ല നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങയുടെ പാൽ, അല്ലാതെ നമ്മുടെ ടിന്നിൽ വരുന്ന തേങ്ങാപ്പാലല്ല കേട്ടോ, നല്ല ഫ്രഷ് തേങ്ങയുടെ തേങ്ങാപ്പാൽ അതൊഴിച്ച് വറ്റിച്ചെടുത്ത ഞണ്ട് കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീ ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഞണ്ട് കഴിഞ്ഞേ ഉള്ളൂ, പിന്നെ കൊഞ്ചും മറ്റുള്ളതൊക്കെ. അപ്പോൾ ഞണ്ട് കിട്ടിയാൽ സാധാരണ ഞങ്ങൾ ഇങ്ങനെയാണ് വയ്ക്കാറ്. കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ നമ്മുടെ കുഞ്ഞുള്ളിയും വലിയുള്ളിയും ഇതെല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ വഴട്ടി വരുമ്പോൾ കുറച്ച് തക്കാളി ഇട്ട് അതിനെ നല്ല മസാല ആക്കി എടുക്കും. പിന്നെ ഇതിലേക്ക് നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളകും ഗരം മസാലയും. അതിൽ കുരുമുളക് പൊടി അവസാനമാണ് ഇടുന്നത്. കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് മസാല നല്ലതുപോലെ വാട്ടിയെടുത്ത് അതിലേക്ക് നമ്മുടെ ഞണ്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെള്ള ഞണ്ട ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഇട്ട് ഇളക്കി ആവശ്യത്തിന് തേങ്ങാപ്പാലും ഒഴിച്ച്, രണ്ടാം പാലാണ് കേട്ടോ ഒഴിച്ച് നമ്മൾ നല്ലതുപോലെ ഇതിനെ കുക്ക് ചെയ്തെടുക്കും. ഞണ്ട് കുക്കായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒന്നാം പാലും ഒഴിച്ച് ആവശ്യത്തിന് കുരുമുളക് പൊടിയും പിന്നെ ഒരു നുള്ളു ഗരം മസാലയും കറിവേപ്പിലയും ഇട്ട് ഇളക്കി വെച്ചാൽ നല്ല തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്ത ഞണ്ട് കറി റെഡി. ഇനി ഇതിൻ്റെ കൂടെ കൂട്ടിപ്പിടിക്കാനായിട്ട് കുറച്ച് പയറും സവാളയൊക്കെ ഇട്ട് ഒരു ചെറിയ തോരൻ, ഇതിലേക്ക് തേങ്ങയും പിന്നെ ജീരകവും വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതിലും കുരുമുളകാണ് എരിക്ക് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് ഇട്ട് ഇളക്കിയെടുത്ത നമ്മുടെ പയറ് തോരനും റെഡി. രണ്ടാം പാലൊഴിച്ച് കുറച്ച് അധിക സമയം ചെറു തീയിലിട്ടാണ് നമ്മൾ ഇതിനെ കുക്ക് ചെയ്തെടുക്കുന്നത്. കുറച്ചധികം സമയം എടുക്കും, എന്നാലും ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ അതിന് പ്രത്യേക രുചിയാണ്. പിന്നെ ഞണ്ടൊക്കെ കുക്കായി വേഗം വരും. തേങ്ങാപ്പാലിൽ ഈ ഞണ്ടൊന്ന് വെന്ത് വരുമ്പോൾ ഒരു നല്ല സ്മെല്ല് വരും. അടിപൊളി ആ സ്മെല്ല്. അത് വന്നതിന് ശേഷം കുരുമുളക് പൊടിയും തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുത്താൽ നമ്മുടെ കറി റെഡിയാവുന്നത്. ആർക്കൊക്കെ ആ തേങ്ങാപ്പാൽ ഒഴിച്ച് ഞണ്ട് കറി ഇഷ്ടം? എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ വയ്ക്കാറുള്ളൂ. ഇനി കുറച്ച് മത്തി വറുക്കാം. ഈ മത്തിയുടെ കൂടെ കുറച്ച് പനിഞ്ഞിലും കിട്ടി. പനിഞ്ഞിലെന്ന് വെച്ചാൽ മത്തിമുട്ടയും മത്തിയും ഒരുമിച്ചിട്ട് മസാല ഇട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു, മസാല അങ്ങോട്ട് പിടിച്ചിട്ടില്ല. പറ്റി ഇനി എന്താ, നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് ഈ മത്തിയെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്ത് കോരി എടുക്കാം. കുഞ്ഞമത്തി ആയതുകൊണ്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. മത്തിമുട്ടയും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ആർക്കൊക്കെ ഊണിന് ഈ മത്തി പൊരിച്ചതൊക്കെ ഇഷ്ടം? അങ്ങനെ പയർ തോരനും പിന്നെ ഞണ്ട് കറിയും മത്തി വറുത്തതും ചോറും എല്ലാം റെഡിയായി. ഇനി എന്താ, ഇനി ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് ചോറും കുറച്ച് പയറും സവാളയും ഇട്ട് വെച്ച തോരനും പിന്നെ നമ്മുടെ ഞണ്ട് കറിയും. ഞണ്ട് കറിക്ക് അതിൻ്റെ കാലിനെക്കാട്ടിയും എനിക്കിഷ്ടം അല്ലാത്ത പോർഷനാണ്, അതിലാണ് ഫ്ലഷ് ഉള്ളത്. പിന്നെ നമ്മുടെ 2 മത്തി വറുത്തത്, ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചാൽ ഉച്ചയ്ക്ക് ഇങ്ങനെ ഒരു ലഞ്ച് കിട്ടിയാൽ പിന്നെ എന്ത് വേണം? സുഖമായിട്ട് കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാം. വീക്കെൻഡും കുശാലാവും. ഊണിന് എന്നെ പോലെ മീനും ചിക്കനും ഒക്കെ ഇഷ്ടമുള്ള ആരൊക്കെയുണ്ട്? കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെ ഫിഷ് ഫ്രൈയും ഞണ്ട് കറിയൊക്കെ കൂട്ടി ഊണ് കഴിക്കാൻ എന്നെപ്പോലെ എല്ലാവർക്കും ഇഷ്ടമാണോ? ചിലവർക്കൊന്നും ഈ മീനും ചിക്കനും ഇതൊന്നും ഇഷ്ടമല്ലല്ലോ. എനിക്ക് മീനും ചിക്കനും ഒക്കെ വലിയ ഇഷ്ടമാണ്. ഊണിനോ ഡിന്നറിനോ എപ്പോൾ കിട്ടിയാലും ഞാൻ കഴിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ്.
sometimes sour, sometimes sweet. And M. Night Shyamalan story calls every